ഹായ് എവരിവൺ, നമ്മളിന്ന് പറയാൻ പോകുന്നത് ടൈപ്പ് 1 ഹൈപ്പർ സെൻസിറ്റിവിറ്റി റിയാക്ഷൻ. എന്താണ് ടൈപ്പ് 1 ഹൈപ്പർ സെൻസിറ്റിവിറ്റി റിയാക്ഷൻ? ഇതിനെ തന്നെയാണ് നമ്മൾ അലർജി എന്ന് പറയുന്നത്. അതിന്റെ പത്തോഫിസിയോളജി എന്താ നമുക്ക് നോക്കാം. ഒരു അലർജന്റ്, അതായത് ഒരു ആന്റിജൻ ആണ് ശരിക്കും അലർജന്റ് എന്ന് പറയുന്നത്. പലർക്കും പലതായിരിക്കും അലർജന്റ്. ചിലപ്പോൾ എനിക്കൊരു പൊടിയാണെങ്കിൽ വേറെ ചിലപ്പം എന്തെങ്കിലും പോളൻ ഗ്രെയിൻസ് ഒക്കെ ആയിരിക്കും, അല്ലെ? അപ്പം അലർജന്റ് ആദ്യമായിട്ട് എന്റെ ശരീരത്തേക്ക് വരുന്നു. ഈ അലർജന്റിനെ നമ്മുടെ ആന്റിജൻ പ്രസന്റിംഗ് സെല്ലുകൾ ക്യാപ്ചർ ചെയ്യുന്നു. ഈ ആന്റിജനെ നമ്മുടെ ആന്റിജൻ പ്രസന്റിംഗ് സെൽ എന്ത് ചെയ്യുന്നു? ടൈപ്പ് 2 ഹെൽപ്പർ ടി സെല്ലിലേക്ക് പ്രസന്റ് ചെയ്യുന്നു. ഈ ടൈപ്പ് 2 ഹെൽപ്പർ ടി സെല്ലുകൾ എന്ത് ചെയ്യും? ബി സെല്ലുകളെ ആക്ടിവേറ്റ് ചെയ്യാനായിട്ട് നമ്മുടെ ഇന്റർലൂക്കിൻ 4നെ റിലീസ് ചെയ്യും. നമുക്കറിയാം, ബി സെല്ലുകളുടെ ആക്ടിവേഷൻ എന്ന് പറഞ്ഞാൽ അവർ ആക്ടിവേറ്റഡ് ആയി പ്ലാസ്മ സെല്ലുകളായിട്ട് മാറും. ഈ പ്ലാസ്മ സെല്ലുകൾക്കാണ് ആന്റിബോഡീസും റിലീസ് ചെയ്യാൻ കഴിയുന്നത്. ടൈപ്പ് 1 ഹൈപ്പർ സെൻസിറ്റിവിറ്റി റിയാക്ഷനിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന ആന്റിബോഡി എന്ന് പറയുന്നത് IgE ടൈപ്പ് ഓഫ് ആന്റിബോഡീസ് ആണ്. ഈ ആന്റിബോഡീസ് പോയിട്ട് നമ്മുടെ മാസ്റ്റ് സെല്ലിലുള്ള FC ഫ്രാഗ്മെന്റിൽ പോയിട്ട് ബൈൻഡ് ചെയ്യും. അങ്ങനെ മാസ്റ്റ് സെൽ എന്താവും? സെൻസിറ്റൈസ്ഡ് ആവും. അതായത് ഇനി ഒരു എക്സ്പോഷർ വന്നു കഴിഞ്ഞാൽ ഈ സ്റ്റെപ്പുകളിലൂടെ ഒന്നും കടന്നു പോകേണ്ട ആവശ്യമില്ല. നേരെ വന്ന് നമ്മുടെ ഈ മാസലിലേക്ക് വന്ന് ബൈൻഡ് ചെയ്ത് അതിൻ്റെ അവിടേക്കുള്ള ആന്റിബോഡീസിലേക്ക് വന്ന് ബൈൻഡ് ചെയ്ത് നമുക്ക് ഈ നമ്മുടെ മാസലുകളെ ഡീഗ്രാനുലൈസേഷൻ ചെയ്യാൻ പറ്റും. അതായത് ഗ്രാനുളുകൾ അതിൻ്റെ ഉള്ളിലുള്ളതിനെല്ലാം പുറത്തേക്ക് വന്ന് അലർജി റിയാക്ഷൻ കാണിക്കാൻ പറ്റും. അതെങ്ങനെയാണെന്നല്ലേ? അതിനുള്ളിലുള്ള ഗ്രാനുൾസ് കണ്ടെയ്ൻ ചെയ്യുന്നത് ഹിസ്റ്റമിൻ, സെറോട്ടോണിൻ, അതുപോലെ വാസോ ആക്റ്റീവ് ഇൻഡസ്ട്രിയൽ പെപ്റ്റൈഡ്, പ്രോസ്റ്റാഗ്ലാൻഡിൻസ്, ലൂക്കോട്രൈൻസ്, അങ്ങനെ ഒരുപാട് കെമിക്കലുകളാണ്. ഇവരെന്താ ചെയ്യുക? ഇവരാണ് നമ്മുടെ ഇൻക്രീസ്ഡ് വാസ്കുലർ പെർമിയബിലിറ്റി, സ്മൂത്ത് മസിൽ കൺട്രാക്ഷൻസ് കൂട്ടും. അതുപോലെ തന്നെ ഏർലി വാസോ കൺസ്ട്രിക്ഷൻ ഫോളോഡ് ബൈ വാസോ ഡയലറ്റേഷൻ, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ടല്ലേ. അതുപോലെ ലാക്രോണൽ ഗ്ലാൻഡ്, നേസൽ ഗ്ലാൻഡ് ഒക്കെ കൂടുക. നമുക്കറിയാം, അലർജി വരാൻ നേരത്ത് നമ്മുടെ മുഖമൊക്കെ വല്ലാതെ റെഡ് കളറിലായി ഭയങ്കര കണ്ണീരൊക്കെ വന്ന് അല്ല, അങ്ങനെയല്ലേ? അപ്പം അതിനെല്ലാം കാരണം ഈ മാസ്റ്റിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഗ്രാനുൾസുകളാണ്. താങ്ക് യു.